മോനെ, ഇന്നേടാ അമ്മ മോന് ഒരു പുതിയ കഥ പറഞ്ഞു തരാം കേട്ടോ. കഥയുടെ പേര് ആക്സിഡൻറ്റ്. ഈ കഥയെ മോൻ രാത്രി കിടക്കത്തില്ലേടാ, അപ്പം മാത്രം കേട്ടാൽ മതി കേട്ടോ. മോൻ അമ്മയുടെ ആ ടെലഗ്രാം ചാനലൊന്ന് ജോയിൻ ചെയ്തേക്കണേടാ. അതിലായിരിക്കും അമ്മ ഈ കഥയുടെ ബാക്കി ഇടുന്നത്. അപ്പോൾ അമ്മ വായിച്ചു തുടങ്ങട്ടെ മോനെ. എനിക്ക് 18 വയസ്സ് പൂർത്തിയാകാൻ കാത്തിരിക്കുകയായിരുന്നു. വേറെ ഒന്നിനുമല്ല, വണ്ടി ഓടിക്കാൻ. അതെ, വീട്ടിൽ ഒരു ആൾട്ടോ കാറുണ്ട്. അതോടിച്ച് ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ട്. ലൈസൻസ് എടുത്തിട്ടില്ല. അതിനുവേണ്ടിയാണ് 18 കാത്തിരിക്കുന്നത്. 2-3 തവണ ഞങ്ങളുടെ അടുത്തുള്ള അങ്ങാടിയിൽ കൂടി കാർ ഓടിച്ചു പോയിട്ടുണ്ട്. അന്നൊക്കെ അമ്മ വഴക്കും പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ ഞാനും അമ്മയും മാത്രമാണുള്ളത്. അച്ഛൻ എനിക്ക് 7 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. ഗൾഫിലായിരുന്നു. അവിടെ വെച്ച് അറ്റാക്ക് വന്നാണ് മരിച്ചത്. ഞങ്ങൾ 2 കുട്ടികൾ, ഞാനും ചേച്ചിയും. അമ്മയുടെ പേര് രാധിക, ചേച്ചി സ്വപ്ന, ഞാൻ അഭിലാഷ്, അഭി എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. ചേച്ചി BSc നഴ്സിംഗ് 3-ാം വർഷം പഠിക്കുന്നു. കോയമ്പത്തൂരിൽ ആണ്. അമ്മ വീടിനടുത്ത് തന്നെയുള്ള ഒരു LP സ്കൂളിൽ ടീച്ചറാണ്. അച്ഛൻ കുവൈറ്റിൽ വർഷങ്ങൾ ജോലി ചെയ്ത് നല്ല സമ്പാദ്യമുണ്ടാക്കിയത് കൊണ്ട് ഞങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ ഇല്ലായിരുന്നു. അച്ഛൻ വാങ്ങിയിട്ടിരിക്കുന്ന ഓൾട്ടോ കാറിലാണ് ഞാൻ വണ്ടി പഠിച്ചത്. അടുത്തുള്ള ഡ്രൈവിംഗ് അറിയാവുന്ന ഒരു ചേട്ടനാണ് എന്നെ ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അമ്മയുടെ ഒരു അടുത്ത ബന്ധുവിൻ്റെ കല്യാണത്തിന് പോകേണ്ടതായി വന്നു. ബസ്സിൽ പോകാനാണ് പ്ലാൻ ഇട്ടത്. കല്യാണം നടക്കുന്ന നാട്ടിലേക്ക് നല്ല ദൂരമുണ്ട്. ബസ്സിൽ 7 മണിക്കൂറാണ് ഒരു സൈഡിലേക്ക് യാത്ര. കല്യാണ വീട്ടിൽ തലേ ദിവസം ചെന്നാലേ കല്യാണം കൂടാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് തിങ്കളാഴ്ചയിലെ കല്യാണത്തിന് ഞായറാഴ്ച പോകാൻ ഞങ്ങൾ പ്ലാനിട്ടത്. കഷ്ടകാലത്തിന് അന്ന് KSRTC സമരം പ്രഖ്യാപിച്ചത് കൊണ്ട് ഞങ്ങളുടെ പ്ലാൻ ആകെ തെറ്റി. അമ്മ പറഞ്ഞു, എന്നാൽ നമുക്ക് പോകേണ്ട അഭി. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. അമ്മേ, നമുക്ക് കാറിൽ പോയാലോ? അതിന് ഓടിക്കാൻ ആൾ വേണ്ടേ മോനെ? ഞാൻ ഓടിക്കാം അമ്മേ. പോടാ, ഇവിടുത്തെ അങ്ങാടി വരെ പോകുന്നത് പോലെയാണോ? 100 കണക്കിന് കിലോമീറ്റർ ഉണ്ട്. അതിനെന്താ അമ്മേ, ഞാൻ ഓടിച്ചോളാം. നമുക്ക് പതിയെ പോയാൽ മതിയല്ലോ. അബി, ലൈസൻസ് കിട്ടിയതല്ലേ ഉള്ളൂ നിനക്ക്. കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആകട്ടെ, എന്നിട്ട് നമുക്ക് ലോങ് ട്രിപ്പ് ഒക്കെ പോകാം. അവസാനം എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അമ്മ കാറിൽ പോകാം എന്ന് സമ്മതിച്ചു. ബാഗൊക്കെ ഡിക്കിയിൽ വെച്ചിട്ട് അമ്മ മുൻസീറ്റിൽ കയറിയിരുന്നു. ഞായറാഴ്ച വെളുപ്പിനെയായിരുന്നു പുറപ്പെട്ടത്. ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ആദ്യമായാണ് ഞങ്ങളുടെ ഏരിയ വിട്ട് വണ്ടി ഓടിക്കുന്നത്. വണ്ടി മെയിൻ റോഡിൽ കയറി ഓടാൻ തുടങ്ങി. നേരം നന്നായി പുലർന്നു. ഇപ്പോൾ അമ്മയ്ക്കും കുറച്ചുകൂടി ധൈര്യം വന്ന പോലെ തോന്നി. അമ്മേ, വിശക്കുന്നില്ലേ? നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോവാം. ആ മോനെ, എനിക്കൊന്ന് ബാത്റൂമിലും പോകണം. നീ ഏതെങ്കിലും നല്ലൊരു ഹോട്ടൽ നോക്കി നിർത്ത്. അങ്ങനെ അടുത്തതായി കണ്ട ഒരു ഡ്രൈവിംഗ് റെസ്റ്റോറൻറ്റിലെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി. അമ്മ ബാത്റൂമിൽ പോയ സമയം ഞാൻ കൈ കഴുകി കാലിയായി കിടന്ന ഒരു മേശയുടെ കസേരയിലിരുന്നു. അപ്പോൾ പുറത്ത് ഒരു വലിയ കാർ വന്ന് നിൽക്കുന്നത് കണ്ടു. അതിൽ നിന്നും 3 പേർ ഇറങ്ങി. ഞാനിരിക്കുന്ന മേശയുടെ അടുത്ത മേശയിൽ ഇടം പിടിച്ചു. നല്ല ആരോഗ്യവാന്മാരായ 2 പേരും ഒരു മെലിഞ്ഞ വള്ളി പോലെയുള്ള ഒരാളും. മെലിഞ്ഞയാൾക്ക് പ്രായം 30-ൽ താഴെയേ വരൂ. മറ്റു 2 പേർക്കും 50-ന് അടുത്ത് വരും. അവർ കഴിക്കാൻ എന്തൊക്കെയോ ഓർഡർ കൊടുത്തു. ഞാൻ അമ്മ വരുന്നതും കാത്ത് അവിടെ ഇരുന്നു. ബാത്റൂമിൽ നിന്നും വന്ന അമ്മ എൻ്റെ അടുത്തിരുന്നത് മുതൽ അവർ 3 പേരും വല്ലാതെ നോക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്കപ്പോൾ 40 വയസ്സിൽ താഴെ പ്രായം കാണൂ. സാധാരണ ആ പ്രായക്കാരെ പോലെ അമിതവണ്ണമോ
ചാടിയ വയറോ എൻ്റെ അമ്മയ്ക്കില്ലായിരുന്നു. എപ്പോഴും നനഞ്ഞ പോലെ തോന്നിക്കുന്ന ചുണ്ടുകളും വട്ടമുഖവും മേൽചുണ്ടിൽ നനുത്ത മീശയുമൊക്കെയുള്ള ആരും നോക്കിപ്പോകുന്ന ഒരു ആൻറ്റിയായിരുന്നു എൻ്റെ അമ്മ. അവരുടെ നോട്ടം അടിക്കടി അമ്മയുടെ ഇടുപ്പിലേക്ക് നീങ്ങുന്നത് കണ്ട് ഞാൻ അങ്ങോട്ട് നോക്കി. ബാത്റൂമിൽ പോയി വന്നതുകൊണ്ട് അമ്മ സാരിയുടെ മുന്തി വലിച്ച് ഇലയിൽ കുത്തിയിരുന്നു. അതിനിടവഴി ഇടുപ്പിലെ മാംസമടക്കുകൾ നന്നായി കാണാം. അങ്ങോട്ടാണ് അവർ കണ്ണു പറിക്കാതെ നോക്കുന്നത്. ആ നോക്കട്ടെ, ഞാൻ അവരോട് വഴക്കിന് പോയാൽ എന്നെ ഒന്ന് ഞോണ്ടി അറിയാനേ ഉള്ളൂ അവർക്ക്. ഭക്ഷണം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും അവർ അമ്മയെ കൊത്തിപ്പറിക്കുന്നത് പോലെ നോക്കുന്നുണ്ടായിരുന്നു. അമ്മ കയറിയ ശേഷം ഞാൻ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റിവേഴ്സ് ഗിയറിൽ പുറകിലോട്ടെടുത്തു. ഡാ, പുറകിൽ വണ്ടിയുണ്ട് എന്ന് അമ്മ പറഞ്ഞു തീരുന്നതിന് മുൻപ് ടപ്പോ എന്നൊരു ശബ്ദം കേട്ടു. എടാ, എടുക്കരുത്, വണ്ടി തട്ടിയിട്ടുണ്ട്. ഞാൻ വീണ്ടും മുൻപോട്ടെടുത്ത് റോഡിലേക്ക് ഇറക്കി ആക്സിലേറ്ററിൽ കാലമർത്തി. വണ്ടി മൂളിപ്പായുമ്പോൾ മിറർ കൂടി ബാക്കിലേക്ക് നോക്കി. അവർ വന്നിറങ്ങിയ വലിയ കാറാണ് തട്ടിയത്. ഒരു BMW. നീ എന്താടാ നിർത്താതെ പോന്നത്? ആരുടെ വണ്ടിയാണോ എന്തോ, വലിയ വിലയുള്ള കാറാണ്. അമ്മയുടെ സംസാരം കൂടി കേട്ടപ്പോൾ എൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. 4-5 കിലോമീറ്റർ ഓടുന്നത് വരെ ഞാൻ കണ്ണാടിയിൽ കൂടി പിറകിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ആരും പിന്തുടരുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഒരു സമാധാനം. അമ്മയും ടെൻഷൻ അടിച്ചാണ് ഇരിക്കുന്നത്. പെട്ടെന്നാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു കാർ മിസൈൽ പോലെ പിറകെ വരുന്നു. എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുന്നതിന് മുൻപേ അത് ഞങ്ങളുടെ മുൻപിൽ വന്ന് ഒരു മുരൾച്ചയോടെ നിന്നു. ഹോട്ടലിൽ കണ്ട 3 പേർ ചടപടാന്ന് കാറിൽ നിന്നിറങ്ങി. ആ മെലിഞ്ഞവനാണ് കാർ ഓടിച്ചിരുന്നത്. അയാൾ വന്ന് എൻ്റെ വണ്ടിയുടെ ഡോർ തുറന്ന് എന്നെ വലിച്ച് പുറത്തിറക്കി. ഡാ കഴിവേറി, വണ്ടിയിലിടിച്ചിട്ട് മുങ്ങിയാൽ ഈ പറ്റ വണ്ടി പിടിക്കില്ലെന്ന് കരുതിയോ നീ? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എൻ്റെ ചെവിക്കല്ലിന് ആഞ്ഞൊരടി. കണ്ണിൽ കൂടി എന്തൊക്കെയോ തിളക്കമുള്ള സാധനങ്ങൾ പുറത്തേക്ക് പറന്നു പോകുന്ന പോലെ തോന്നി എനിക്ക്. അയ്യോ, അവനെയൊന്നും ചെയ്യല്ലേ എന്ന് അമ്മ പറഞ്ഞുകൊണ്ട് കരഞ്ഞു വെളിയിലിറങ്ങി. അപ്പോൾ അതിലൊരാൾ ചോദിച്ചു, നിന്റെ ആരാടി ഇവൻ? എൻ്റെ മകനാണ്. വിറച്ചുകൊണ്ടാണ് അമ്മ അത് പറഞ്ഞത്. മകനോ? കണ്ടാൽ തോന്നുകയില്ലല്ലോ, അല്ലേ ചാക്കോ? മകൻ വണ്ടി ഇടിപ്പിക്കുന്നത് നീ കണ്ടതല്ലേ? അങ്ങനെ സംഭവിച്ചാൽ എന്താ ചെയ്യേണ്ടത് എന്ന് നിനക്കറിയില്ലേ? മകനെയും കൊണ്ട് സ്ഥലം വിട്ടാൽ പിടിക്കില്ലെന്ന് കരുതിയോടി നീ. അപ്പോൾ മെലിഞ്ഞവൻ പറഞ്ഞു, ഈ വണ്ടിയുടെ വില എത്രയാണെന്ന് അറിയാവോടാ നിനക്ക് എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ വീണ്ടും എന്നെ അടിക്കാൻ കൈയോങ്ങി വന്നു. അത് കണ്ട് ഭയന്നു പോയ അമ്മ അതിൽ ചാക്കോ എന്ന പേരുള്ള ആളുടെ കാലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അവനെ ഒന്നും ചെയ്യരുത്, എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. അപ്പോൾ അയാൾ മറ്റേ ആളെ നോക്കി പറഞ്ഞു, എങ്ങനെയാ പൈലി, കാശ് വാങ്ങിയിട്ട് വിട്ടേക്കാം അല്ലേ? ആ ചുളുങ്ങിയ ഭാഗവും പൊട്ടിയ ലൈറ്റും കൂടി 6 ലക്ഷമെങ്കിലും ആകും മാറ്റിയെടുക്കാൻ. ഞാനത് കേട്ട് ഞെട്ടിപ്പോയി. ഞങ്ങളുടെ വണ്ടി വിറ്റാൽ അതിൻ്റെ 4/1 പോലും കിട്ടില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, 7,000 രൂപ എൻ്റെ കയ്യിലുണ്ട്, അതിപ്പോൾ തരാം, ബാക്കി വീട്ടിൽ തിരിച്ചെത്തിയിട്ട് തരാം. അപ്പോൾ ചാക്കോ പറഞ്ഞു, പൈലിയെ, ഇവൾ ആള് കൊള്ളാമല്ലോ. 1 കോടിക്ക് മേലെ വിലയുള്ള കാറിൽ പാട്ട വണ്ടി കൊണ്ടിടിച്ചതും പോരാ, നമ്മളെ അങ്ങ് മൂക്കിൽ കയറ്റിയിട്ട് പോകാനുള്ള ഐഡിയ ഇടുകയും ചെയ്യുന്നു. അയ്യോ, അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. ഞാനൊരു അധ്യാപികയാണ്, പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. പൈലിയെ, കേട്ടോ നീ, അധ്യാപികയാണ്. നിനക്ക് വല്ലതും പഠിക്കാനുണ്ടോ? അധ്യാപിക പഠിപ്പിച്ചു തരും. അവരുടെ നിൽപ്പും ഭാവവും കണ്ടപ്പോൾ എനിക്ക് പന്തികേട് മണത്തു. ഞാൻ ചുറ്റും നോക്കി. ആ പ്രദേശം വിജനമാണ്. നോക്കത്താ ദൂരത്ത് ഒരു വീടോ മനുഷ്യനെയോ കാണുന്നില്ല. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ കേസിന് പൊയ്ക്കോ, എൻ്റെ വണ്ടിക്ക് ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ളതാ. കേസിന് പോയാൽ
അതിൻ്റെ പിറകെ നിന്റെ അപ്പൻ നടക്കുമോടാ എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ പാൻറ് കൂട്ടി എൻ്റെ സാമാനത്തിൽ ഒരു പിടി പിടിച്ചു. എൻ്റെ ഉണ്ടകൾ അയാളുടെ കയ്യിൽ ഞെരിഞ്ഞു. നിന്റെ കയ്യിൽ പൈസ തരാനില്ലെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ അധ്യാപികയെ. ആ വണ്ടിയിൽ കയറി ഞങ്ങളുടെ കൂടെ വന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരു മുദ്രപത്രത്തിൽ എഴുതി എഗ്രിമെൻ്റ് ആക്കണം. അപ്പോഴും പൈലി അയാളുടെ കൈകൊണ്ട് എൻ്റെ ബോളുകൾ ഞെരിച്ചുകൊണ്ടിരുന്നു. ഞാൻ വേദന കൊണ്ട് കാലിൻ്റെ പെരുവിരൽ കുത്തി ഉയർത്തി നിൽക്കുകയാണ്. എൻ്റെ അവസ്ഥ മനസ്സിലായത് കൊണ്ടാകാം അമ്മ അയാൾ പറഞ്ഞത് ഉടനെ സമ്മതിച്ചു. അതോടെ പൈലി എൻ്റെ സാമാനത്തിൽ നിന്നും കൈ പിൻവലിച്ചു. അമ്മ അവരുടെ കാറിലും ആ മെലിഞ്ഞയാൾ, അയാളുടെ പേര് പ്രസാദ് എന്നാണ്, എൻ്റെ കാറിലും കയറി. പ്രസാദാണ് ആൾട്ടോ ഓടിച്ചത്. ചാക്കോ എന്നയാളും അമ്മയോടൊപ്പം BMW പിൻസീറ്റിൽ കയറി. അയാൾക്ക് മുൻപിൽ കയറാമല്ലോ, എന്തിനാണ് അമ്മയുടെ കൂടെ കയറിയത്? അവരുടെ വണ്ടിക്ക് പിന്നിലായി ആൾട്ടോയും പോയിക്കൊണ്ടിരുന്നു. BMW വളരെ പതുക്കെയാണ് പോകുന്നത്. അയാൾ പിടിച്ച് ഞെരടിയതിൻ്റെ വേദന എൻ്റെ സമാനത്തിൽ ഇപ്പോഴുമുണ്ട്. ഞാൻ വേദനയുള്ളിടത്ത് പാൻറ്റിന് മേലെ തഴുകിക്കൊടുത്തു. അത് കണ്ട് പ്രസാദ് ചോദിച്ചു, എന്താടാ പൈലി സാറ്, നിന്റെ സാമാനം ഉടച്ചോ? ഞാൻ പെട്ടെന്ന് കൈമാറ്റി. മുൻപിൽ പോകുന്ന കാറിൻ്റെ പിന്നിലെ ഗ്ലാസ്സിൽ കൂടി ബാക്ക് സീറ്റിലിരിക്കുന്ന അമ്മയുടെയും ചാക്കോയുടെയും തലഭാഗം നന്നായി കാണാം. അപ്പോൾ പ്രസാദ് പറഞ്ഞു, ഡാ നോക്ക്, നിന്റെ അമ്മയുമായി എഗ്രിമെൻറ്റിനെ പറ്റിയുള്ള ചർച്ച ചാക്കോ സാർ തുടങ്ങിയെന്ന് തോന്നുന്നു. ഞാൻ സൂക്ഷിച്ചു നോക്കി. അമ്മ കൈകൾ ഉയർത്തിയും താഴ്ത്തിയും അയാളോട് എന്തൊക്കെയോ പറയുന്ന പോലെ തോന്നി. ഇടയ്ക്ക് അയാളുടെ കൈ അമ്മയുടെ തോളിലിരിക്കുന്നതും അമ്മ ആ കൈ മാറ്റുന്നതും കണ്ടു. അപ്പോൾ പ്രസാദ് ചോദിച്ചു, നിന്റെ അമ്മയ്ക്ക് എത്ര മക്കളുണ്ടടാ? 2. നീയാണോ മൂത്തത്? അല്ല, ചേച്ചിയാ. ആ, ചേച്ചിയുമുണ്ടോ? ബെസ്റ്റ്. BMW ഇത്തിരി ചുളുങ്ങിയാൽ എന്താ? ചാക്കോ സാറിന് ബമ്പറല്ലേ അടിച്ചിരിക്കുന്നത്? അയാളുടെ സംസാരത്തിൽ എനിക്കെന്തോ പന്തികേട് തോന്നി. ഞാൻ മുമ്പിലെ കാറിലേക്ക് നോക്കി. അമ്മയെ കാണുന്നില്ല. അമ്മയുടെ തലഭാഗം എനിക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിരുന്നു, ഇപ്പോൾ കാണുന്നില്ല. എൻ്റെ നോട്ടം കണ്ട് പ്രസാദ് പറഞ്ഞു, പേടിക്കണ്ടടാ, നിൻ്റെ അമ്മ ആ വണ്ടിയിൽ തന്നെയുണ്ട്. ചാക്കോ സാർ വായിപ്പിക്കുന്നതാ മോനെ. എന്ത്? എടാ, എഗ്രിമെൻ്റ് നിൻ്റെ അമ്മയെ കൊണ്ട് വായിപ്പിക്കുകയാണെന്ന്. സാർ അങ്ങനെയാ മോനെ. പുള്ളിയുടെ എഗ്രിമെൻ്റ് വായിച്ച് കേൾപ്പിക്കുന്നത് അങ്ങേർക്കിഷ്ടം. ഞാൻ വീണ്ടും അല്പം എത്തി വലിഞ്ഞു നോക്കി. അയാളുടെ കൈ എവിടെയോ പിടിച്ചിട്ടുണ്ട്. ഞാൻ എത്തി വലിഞ്ഞു നോക്കുന്നത് കണ്ട് പ്രസാദ് ആൾട്ടോയുടെ സ്പീഡ് കൂട്ടി BMW തൊട്ടു പിന്നിലെത്തിച്ചു. ഇപ്പോൾ അയാൾ കൈ വച്ചിരിക്കുന്നത് എനിക്ക് ശരിക്കും കാണാം. ആ കൈ ഇരിക്കുന്നത് അമ്മയുടെ തലയിലാണ്. കൈകൊണ്ട് തലയിൽ തടവുന്ന പോലെ തോന്നി. ഇതെന്താ, ഇങ്ങനെയാണോ എഗ്രിമെൻ്റ് വായിക്കുന്നത്? ഞാൻ അറിയാതെ പറഞ്ഞു പോയി. എടാ പൊട്ട, നിന്റെ അമ്മ വായിക്കുകയല്ല, വായിലെടുക്കുകയാ മോനെ. ചാക്കോ സാറിൻ്റെ ഉലക്ക നിന്റെ അമ്മയുടെ വായിലാണിപ്പോൾ. പ്രസാദ് പറയുന്നത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞാനും ഷീജ സ്റ്റോറീസ് എന്ന യൂട്യൂബ് ചാനലിൽ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് വായിലെടുക്കുക എന്ന് പറഞ്ഞാലൊക്കെ എനിക്ക് മനസ്സിലാകും. എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിയിട്ട് അയാൾ പറഞ്ഞു, ഡാ, നീ അവരുടെ അടുത്ത് പ്രതിഷേധിച്ച് ഷോ കാട്ടാനൊന്നും പോകണ്ട. രണ്ടും വലിയ പുള്ളികളാണ്. അവർ പറയുന്നതൊക്കെ അനുസരിച്ച് നിന്നാൽ നിനക്കും അമ്മയ്ക്കും വലിയ പരിക്കുകളൊന്നുമില്ലാതെ വീട്ടിലെത്താം. അയാളുടെ സംസാരം കേട്ട് എനിക്ക് ചൊറിഞ്ഞു കയറി. എൻ്റെ അമ്മയോട് മര്യാദ കേട് കാട്ടിയാൽ എല്ലാത്തിനെയും ഞാൻ ജയിലിലാക്കും. എൻ്റെ രോഷം അണപൊട്ടി. പിന്നെ
ജയിൽ നിന്റെ അമ്മായിയുടെ വീടല്ലേ, ഒന്ന് മിണ്ടാതിരിയടാ ചക്ക. പൈലി സാർ നിന്റെ ഒരു പിടുത്തം കൂടി പിടിച്ചാൽ അത് ഉടച്ചിട്ടേ വിടൂ. നീ മര്യാദയ്ക്കിരുന്നാൽ വലിയ വേദനയൊന്നും എടുക്കാതെ വീട്ടിൽ പോകാം. ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ മുൻപിലെ കാറിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അണ്ണാക്കിലേക്ക് അടിച്ചെന്ന് തോന്നുന്നു. ഹോ, എന്തൊരു സാധനമാടാ നിന്റെ അമ്മ. അയാൾ പറഞ്ഞത് കേട്ട് ഞാൻ വീണ്ടും മുൻപിലെ കാറിലേക്ക് നോക്കി. അമ്മ തലയുയർത്തിയിരിക്കുകയാണ്. ചുമക്കുകയോ തുമ്മുകയോ ഏതാണ്ട് ചെയ്യുകയാണ്. മുഖം കാണാൻ വയ്യ. അല്പം കഴിഞ്ഞപ്പോൾ അമ്മ വീണ്ടും തല താഴ്ത്തി. അല്ല, അയാൾ പിടിച്ചു താഴ്ത്തി. ഈ കഥയുടെ ബാക്കിയിടാ അമ്മ ടെലഗ്രാം ചാനലിലായിരിക്കും ഇടുന്നത്. അതിൻ്റെ ലിങ്ക് മോനെ അമ്മ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. മോൻ വേഗം പോയി അതൊന്ന് ജോയിൻ ചെയ്തേക്കണേടാ. അതുപോലെ തന്നെ മോൻ അമ്മയുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഞെക്കിയരേ. അപ്പോൾ അമ്മ പുതിയ കഥകളൊക്കെ ഇടുമ്പോൾ മോന് വരും നോട്ടിഫിക്കേഷനായിട്ട്. മോനെ പാലിപ്പഴേ കളയല്ലേടാ. അമ്മയുടെ വെബ്സൈറ്റിൽ കുറേ കഥകൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കേട്ട് നോക്ക് മോനെ.